അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനിടയാക്കിയ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഓമന ജോസഫ്. ഞാൻ കൂത്താട്ടുകുളം തിരുക്കുടുംബ ദേവാലയ ഇടവക അംഗമാണ്. ഞാനിവിടെ വരാനിടയായത് എനിക്കൊരു ഈ ദൈവം തന്ന ഒരു അനുഗ്രഹത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ്. 2000-ൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. എനിക്ക് മക്കളില്ല. പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയപ്പോൾ വല്ലാത്ത സങ്കടവും പേടി, അതുപോലെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഉറക്കമൊന്നുമില്ലാണ്ട് കുറേ മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരോ വിളിക്കുന്ന കേട്ടുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് സ്പീഡിൽ അപ്പോൾ അന്നേരമാണ് പുറകിൽ നിന്നാണ് വിളിക്കുന്നത് മനസ്സിലായി. പെട്ടെന്ന് ആ വന്ന വരവിൽ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞതാണ്. എൻ്റെ മുട്ടിന് എന്തോ സംഭവിച്ചു. വേദന കാരണം പിന്നെ നടക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു വിധത്തിൽ കട്ടിലേ ചെന്ന് കയറി. 3 ദിവസം ആയിരിപ്പോൾ കട്ടിലയിലിരുന്നു. അപ്പോഴേക്ക് വല്ലാണ്ട് നീര് വെച്ചു. പിന്നെ അതങ്ങ് പഴുത്തു. അപ്പോഴത്തേനും വീട്ടിൽ നിന്ന് അനിയത്തിയെ വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേനും പഴുപ്പൊക്കെ കുത്തിയെടുത്ത് കളഞ്ഞു. 2 ആഴ്ച ഞാനവിടെ ആശുപത്രി കിടക്കേണ്ടി വന്നു. എന്നിട്ട് യാതൊരു കുറവില്ല. നീരൊന്ന് കുറയുമോ, പഴുപ്പൊക്കെ കുറഞ്ഞു, എന്നിരുന്നാലും നീര് കുറയോ, കാലൊന്നും നേരെ ആകുന്നോ ഇല്ല. അങ്ങനെ പല ആശുപത്രികളിലും പോയി. 1.5 വർഷം ഈ കാലം കൊണ്ട് ഞാൻ പോകാത്ത ആശുപത്രികളില്ല. അങ്ങനെ നടന്ന അവസാനം ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഓപ്പറേഷൻ മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ എന്ന്. അങ്ങനെ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഓപ്പറേഷനൊന്നും, അല്ലെങ്കിൽ തന്നെ ഓപ്പറേഷൻ ചെയ്താലും എന്നെ നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആയുർവേദ ആശുപത്രി, ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റായി. 3.5 മാസം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. യാതൊരു വ്യത്യാസവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വേദനയ്ക്കോ കാലൊന്നും ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കാലിനി ഒരിക്കലും നേരെയാവുമോ, എനിക്കിങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറുതെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കണ്ടു. ആ ധ്യാനം തീരുന്നത് വരെ ഞാനത് കരഞ്ഞുകൊണ്ടാണ് കൂടിയത്. അച്ഛൻ എനിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, മാതാവേ, അവിടുന്ന് സഞ്ചാരി മാതാവല്ലേ, അവിടുന്ന് എൻ്റെ അടുത്തൊന്ന് വന്ന് എന്നെ ഒന്ന് തൊടണേ അമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും 2 കാലം നിവർന്ന് 2 കാലം നടക്കാറായാൽ ചട്ടി ആയാലും കുഴപ്പമില്ല, ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തോളാം മാതാവേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. 1.5 കൊല്ലം കൊണ്ട് നടക്കാത്ത കാര്യം 1.5 ആഴ്ച കൊണ്ട് എനിക്ക് സൗഖ്യം തന്നു മാതാവ്. കാല് നേരെ, നീര് കുറഞ്ഞു, വേദന കുറഞ്ഞു. 2 കാലം അതുവരെ ഞാൻ വടി കുത്തിപ്പിടിച്ചായിരുന്നു നടന്നിരുന്നു ഈ 1.5 കൊല്ലം കൊണ്ട്. അങ്ങനെ വടിയൊന്നും വേണ്ട, നടക്കാറായി. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പിന്നെ കുറച്ചൊക്കെ ഞാൻ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ പള്ളിയിലൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് തന്നെ. അപ്പോഴത്തേന് ഹസ്ബൻഡും മരിച്ച ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി ഓടിക്കാൻ വരുന്ന ഡ്രൈവറും മരിച്ചു പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കാലും പാടില്ലാതെ എനിക്ക് ആരെ വിളിക്കാനോ അന്വേഷിക്കാനോ ഒന്നും ഒട്ടും പറ്റാത്ത അവസ്ഥയുമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, മാതാവേ, എനിക്ക് നടക്കാറൊക്കെ ആയി, എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യുക, എനിക്ക് തന്നെ വരാനും അറിയില്ല, വരാൻ പറ്റത്തുമില്ല, ഞാൻ എന്താ ചെയ്യുന്നത്, അമ്മ എനിക്കൊരു വഴി കാണിച്ചു തായോ എന്ന് പറഞ്ഞു. അന്ന് ശനിയാഴ്ച അങ്ങനെ പറഞ്ഞു. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഓമൻ ചേച്ചി, ഞങ്ങൾ കൃപാസനത്തിൽ പോവാണ്, ഓമൻ ചേച്ചി വരുന്നുണ്ടോ? പറയാത്ത താമസം ഞാൻ പെട്ടെന്ന് റെഡിയായി അവരോട് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അതുവരയ്ക്കും എനിക്ക് പേടിയെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പേടിയെന്ന് മാത്രമല്ല, എപ്പോഴും സങ്കടവും, ഒന്നും വയ്ക്കുക കഴിക്കുക ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക്
എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയാണ് ഞാൻ വീട്ടിൽ പോയത്. വീട്ടിൽ ചെന്നു സന്തോഷവും ആകെ സമാധാനവും, അതോടൊപ്പം എനിക്ക് എല്ലാ വിധത്തിലും എനിക്കെന്നും പള്ളിയിൽ പോകാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഓർഫനേജിലൊക്കെ പോയി രോഗികളെ കാണാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ എല്ലാം ഓരോ ഓർഫനേജിലും ഓരോടത്ത് മാത്രമല്ല, പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓർഫനേജിലാണെങ്കിൽ ആഴ്ചയിലും പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവരുടെ റൂമെല്ലാം ക്ലീൻ ചെയ്തു കൊടുക്കുക, രോഗികളെ തീരെ വയ്യാത്തവരെ കുളിപ്പിക്കാൻ അങ്ങനെയൊക്കെ സഹായിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരാളാണ്. ഹസ്ബൻഡ് മരിച്ച 2000-ലാണ് മരിച്ചത്. നവംബർ 12 മരിച്ചത്. ഡിസംബർ 1 മുതൽ അടുത്ത ജനുവരി ആയപ്പോഴേക്ക് ഞാൻ ബൈബിള് ഫുള്ളായിട്ട് വായിച്ചു തീർത്തു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വായിച്ചു തീർത്തു. അങ്ങനെ ഈ 2-3 കൊല്ലം അങ്ങനെ വായിച്ചു തീർത്തു. ഇത് 4ാമത്തെ കൊല്ലമാണ്. അപ്പോൾ അത് ഞാൻ വായിച്ചു തുടങ്ങി. ഇപ്പം സംഖ്യാപുസ്തകം വരെയായി. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് പള്ളിയിലൊക്കെ പോയി എല്ലാം സ്ട്രോങ് ആയിട്ട് ചെയ്തൊക്കെ തുടങ്ങിയപ്പോഴത്തേന് എൻ്റെ അടുത്ത കാലിന് ഉപ്പൂറ്റി വേദന വന്നു. ആ ഉപ്പൂറ്റി വേദന വന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഞാൻ ലൈറ്റക്കാൻ്റെ പ്രേരിട്ട് പ്രാർത്ഥിച്ചു. അത് എപ്പം മാറിയെന്നോ എങ്ങനെയെന്നോ അറിയത്തില്ല. ഉള്ള സ്പീഡിൽ പള്ളിയിൽ പോകുന്ന കണ്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു, ഓമനയുടെ കാലിൻ്റെ വേദനയൊക്കെ പോയോ? അപ്പോഴാണ് ഞാൻ അത് അറിയുന്നത് പോലും. അന്ന് മുതൽ ഇന്ന് വരയ്ക്ക് ആ വേദനയൊന്നും എനിക്കുണ്ടായിട്ടേ ഇല്ല. പിന്നെ അതുമാത്രമല്ല, ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ അനിയത്തിയുടെ വീട് പണി നടക്കുന്നുണ്ട്. അത് കുറേ കാലം കൊണ്ട് അത് മുടങ്ങിക്കിടക്കുമായിരുന്നു, പകുതി പണിതിട്ട്. അത് അവൾക്കൊരു വലിയ വിഷമമായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചപ്പോൾ ഒരു നിയോഗം ഞാൻ അതാ വെച്ചത്. അതോടെ അവൾക്ക് വീട് പണി പൂർത്തിയാക്കാനും പറ്റി. അതെല്ലാം പെട്ടെന്നാണ് നടന്നത്. അതിനുശേഷം ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് ദൈവം തന്നത് എനിക്ക് നല്ല ധൈര്യവും, അതായത് എനിക്ക് ബാങ്കിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഓഫീസുകളിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ഒക്കെ പോകാൻ എനിക്ക് പേടിയും ഒരു വിറയലൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ എവിടെ പോകാനും ആരോട് സംസാരിക്കാനും നല്ല ധൈര്യം കിട്ടി. പേടിയൊന്നുമില്ല. ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ചിന്ത പോലുമില്ല. ഞാൻ നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അത് ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആഗ്രഹവുമാണ് എനിക്ക്. അതിന്ന് ഇപ്പം മാത്രമല്ല എന്നേക്കും, അതായത് നിത്യത വരെയുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചെയ്തത്.